ഹായ് നമസ്കാരം ഏവർക്കും PSC ക്ലൈംബറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് ഒരു PYQ പ്ലസ് ഒരു മോക്ക് ടെസ്റ്റ് പോലെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്ത് നോക്കാവുന്ന ഒരു ക്ലാസ് ആണ്. അപ്പോൾ നമ്മൾ എല്ലാ വീക്കിലും ഇങ്ങനെ SCRT വെച്ചിട്ട് ക്ലാസ്സുകൾ ചെയ്യാറുണ്ട്. സോ നമ്മൾ കഴിഞ്ഞ ഈ ഒരു വീക്കിൽ പഠിച്ച പാഠങ്ങൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ രണ്ടെണ്ണം ബയോളജിയുമായിട്ട് റിലേറ്റ് ചെയ്ത് ഹ്യൂമൻ ബോഡിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചാപ്റ്റർ ആയിരുന്നു. പിന്നെ ഒരെണ്ണം താപവും ഊഷ്മാവും എന്ന് പറഞ്ഞ നമ്മുടെ LGSനും LDCക്കും ഒക്കെ ഉള്ള ടോപ്പിക്കാണ്. അതിൽ നിന്ന് SCRT വരുന്ന ഒരു പാഠമാണ്. അത് താപം ഒഴുകുന്ന വഴികൾ എന്നുള്ളതാണ് പാഠത്തിന്റെ പേര്. അതേപോലെ തന്നെ നമ്മൾ 7ാം ക്ലാസ്സിലെ പുതിയ പാഠപുസ്തകത്തിൽ നിന്നുള്ള ഒരു പാഠവും ഈ ഒരു വീക്കിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ഈ 3 പാഠങ്ങൾ ആയിട്ട് ബന്ധപ്പെട്ട് PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. 15 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. എപ്പോഴും നിങ്ങളോട് പറയുന്നത് പോലെ എന്താണ്, ഒരു പേപ്പറും പേനയും ഒക്കെ ആയിട്ട് ഇരിക്കുക. എന്നിട്ട് ഈ 15 ക്വസ്റ്റ്യൻസിൽ എത്ര എണ്ണം നിങ്ങൾക്ക് കൃത്യമായി അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. ഇനി ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഈ ഒരു 7ാം ക്ലാസ്സിലെ പുതിയ പാഠപുസ്തകത്തിൽ നമ്മൾ കഴിഞ്ഞ വീക്കിൽ പഠിച്ച ആ ഒരു മനുഷ്യ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു പാഠഭാവവും അതേപോലെ 7ാം ക്ലാസ്സിൽ തന്നെ വരുന്ന പാഠം 8 പ്രാണവായുവും ജീവരക്തവും, ഇത് രണ്ടും കമ്പൈൻ ചെയ്തിട്ടാണ് ഈ പുതിയ പാഠപുസ്തകത്തിലുള്ള ഒരു ഒറ്റ ചാപ്റ്റർ. അപ്പൊ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഒന്നും ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ഇവിടെ കൊടുക്കുന്നില്ല. പല്ലുകളുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ PSC കഴിഞ്ഞ തവണ ചോദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നിങ്ങൾ അവിടെ തന്നെ നോക്കുക. ഇത് എക്സ്ട്രാ ആ ക്ലാസ്സിൽ ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഈ പുതിയ പാഠപുസ്തകത്തിൽ നിന്ന് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണമായ സ്റ്റെതസ്കോപ്പ് ആദ്യമായി നിർമ്മിച്ചതാര്? അപ്പോ ഓപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കുക. നിങ്ങൾക്കിപ്പോൾ ആൻസർ കിട്ടിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ റിവൈസ് ഒക്കെ ചെയ്തിട്ടല്ലേ വന്നത്. ഞാൻ രാവിലെ തന്നെ PSC ക്ലൈംബർ എന്ന നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇതിന്റെ ആ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ വീക്കിൽ കംപ്ലീറ്റ് ചെയ്ത SCRT പാഠഭാഗങ്ങൾ. അത് റിവൈസ് ചെയ്തിട്ട് വേണം ഈ ഒരു ക്ലാസ് കാണാനിരിക്കാൻ എന്നുള്ളത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. അപ്പോൾ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ ആണ്. റെനെ ലെനക് ആണ് എന്ത് കണ്ടുപിടിച്ചത്? സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത്. ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണമായിട്ടുള്ള സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ദഹന ഗ്രന്ഥികൾ അല്ലാത്തത് ഏതൊക്കെ? പുതിയ പാഠപുസ്തകത്തിൽ നിന്ന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. പഴയ പാഠപുസ്തകത്തിലും ഉണ്ട് കേട്ടോ. പുതിയ പാഠപുസ്തകത്തിലും പഴയ പാഠപുസ്തകത്തിലും ഒക്കെ ഒരേപോലെ പറയുന്ന ഒരു ഭാഗമാണ്. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 2ഉം 4ഉം ആണ്. അതായത് പാരാതൈറോയിഡ് ഗ്രന്ഥിയും തൈറോയിഡ് ഗ്രന്ഥിയും എന്താണ്? ദഹന ഗ്രന്ഥികളല്ല അല്ലെ. പിന്നെ ആഗ്നേയ ഗ്രന്ഥിയും ഉമിനീർ ഗ്രന്ഥിയും എന്താണ്? ദഹനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ അത് ആ ഒരു പാഠപുസ്തകത്തിൽ കൃത്യമായിട്ട് എടുത്തു പറയുന്നുണ്ട്. ആഗ്നേയ ഗ്രന്ഥി പറയുന്നുണ്ട്, ഉമിനീർ ഗ്രന്ഥിയെ പറ്റിയും ചെറിയൊരു പോയിന്റ് പറയുന്നുണ്ട്. സോ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ദഹന ഗ്രന്ഥികൾ അല്ലാത്തത് 2ഉം 4ഉം ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചെറുകുടലിന്റെ ഏത് സവിശേഷത മൂലമാണ് ഭക്ഷണത്തിന്റെ ആഗിരണം പൂർണ്ണമായി നടപ്പാകുന്നത്? ഇതൊക്കെ PYQ ആണ് കേട്ടോ. ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ ആണ് അല്ലെ. വില്ലെ നമ്മൾ ആ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് എന്നാണ് വില്ലെ അറിയപ്പെടുന്നത്. അതായത് ഇങ്ങനെ എന്താണ്, ചെറിയ ചെറിയ നാരുകൾ പോലെ അല്ലെങ്കിൽ ഒരു വിരലുകൾ പോലെയൊക്കെ തോന്നുന്ന രീതിയിലാണ് ഇരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കരക്കാറ്റ് ഉണ്ടാകുന്നതിന് കാരണം? താപമൊഴുകുന്ന വഴികൾ എന്ന് പറയുന്ന പാഠഭാഗത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങളതൊന്ന് വായിച്ചു നോക്കുക. 1, 2 എന്നിങ്ങനെ 2 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് കരക്കാറ്റ് ഉണ്ടാകുന്നതിന് കാരണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ആ ഒരു പാഠത്തിൽ നമ്മൾ കരക്കാറ്റിനെയും അതേപോലെ കടൽക്കാറ്റിനെയും പറ്റി പഠിച്ചിട്ടുണ്ട്. സോ കൃത്യമായിട്ടൊന്ന് വായിച്ചു നോക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസറിലേക്ക് വരാം. ആൻസർ വരുന്ന ഏതാണ്? ഓപ്ഷൻ എ ആണ്. അതായത് ഈ ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് മാത്രമാണ് അല്ലെ കരക്കാറ്റ് ഉണ്ടാകുന്നതിനുള്ള റീസൺ ആയിട്ട് വരുന്നത്. രണ്ടാമത്തത് ഏതാണ്? കടൽക്കാറ്റിന്റെ കാരണമാണ് കൊടുത്തിട്ടുള്ളത്. സോ ആ കാരണം ഒന്ന് നോക്കിക്കൊള്ളുക. ഒന്നാമത്തത് കരക്കാറ്റ് ഉണ്ടാവാനുള്ള കാരണം എന്താണ്? രാത്രിയിൽ കര വേഗം തണുക്കുന്നു. കടൽ വളരെ സാവധാനമാണ് തണുക്കുന്നത്. അതിനാൽ കടലിന് മുകളിൽ വായു കരയ്ക്ക് മുകളിൽ വായുവിനേക്കാൾ കൂടുതൽ വികസിച്ചിരിക്കും. അപ്പൊ ഇതാണ് കരക്കാറ്റ് ഉണ്ടാവാൻ കാരണമാവുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തെർമോമീറ്ററുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. അപ്പൊ ഓരോ പ്രസ്താവനകളും ഒന്ന് വായിച്ചു നോക്കുക, ആൻസർ എഴുതുക. ഓക്കെ, അപ്പൊ നിങ്ങൾ ആൻസറിലേക്ക് എത്തിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് ആൻസർ പറയാം. കറക്റ്റ് ആൻസർ വരുന്ന ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ് അല്ലെ. ഈ പറഞ്ഞിട്ടുള്ള എല്ലാ പ്രസ്താവനയും ശരിയാണ്. ഒന്നെന്താണ്? ക്ലിനിക്കൽ തെർമോമീറ്റർ കൈമുട്ടിന്റെ മടക്കിൽ വെച്ച് ശരീര താപനില പരിശോധിക്കുവാൻ ഉപയോഗിക്കുന്നു അല്ലെ. ക്ലിനിക്കൽ തെർമോമീറ്റർ ആണ് അതിന് ഉപയോഗിക്കുന്നത്. ദെൻ അതേപോലെ തന്നെ ശരീര താപനില അളക്കാൻ വേണ്ടി മാത്രമായിട്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ഈ ക്ലിനിക്കൽ തെർമോമീറ്റർ. നമ്മൾ SCRT എടുത്തു പറയുന്നതാണ്. അടുത്തത്
200 ഡിഗ്രി സെൽഷ്യസിൽ താഴെയുള്ള താപനില അളക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ലബോറട്ടറി തെർമോമീറ്റർ ആണ്. സോ ഈ പറഞ്ഞിട്ടുള്ള 3 സ്റ്റേറ്റ്മെന്റ്സും ശരിയാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ തന്നിട്ടുള്ളതിൽ വികിരണം വഴി താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്ന രീതികൾ ഏതൊക്കെ? 4 എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് വികിരണം വഴി താപം പ്രേക്ഷണം ചെയ്യുന്നത്? കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് അല്ലെ. 1, തീ കായുമ്പോൾ നമുക്ക് താപം ലഭിക്കുന്നത്. അതേപോലെ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന വൈദ്യുത ബൾബിൽ നിന്ന് താപം താഴെ എത്തുന്നത്. ദെൻ ഇൻക്യുബറേറ്ററിൽ മുട്ട വിരിയുന്നത്. ഇതെല്ലാം എന്താണ്? വികിരണത്തിനുള്ള ഉദാഹരണമാണ്. അടുത്ത 4-ാമത്തേത്, തുല്യമായ അകലത്തിൽ മെഴുകുപയോഗിച്ച് ഉറപ്പിച്ച മുട്ടുസൂചികൾ ചൂടാക്കുമ്പോൾ താഴെ വീഴുന്നത് ഏതാണ്? അത് ചാലനമാണ് അല്ലെ. ആ താപപ്രേക്ഷണ രീതി ഏതാണ്? ചാലനമാണ്. നമ്മൾ SCERT കൃത്യമായിട്ട് ഓരോ എക്സ്പെരിമെന്റ്സും അതിന്റെ ഒബ്സർവേഷൻസും കൺക്ലൂഷനും ഒക്കെ എടുത്ത് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ്രാവകങ്ങളിലും വാതകങ്ങളിലും താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്ന രീതി ഏതാണ്? യെസ്, കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് അല്ലെ. ദ്രാവകങ്ങളിലും വാതകങ്ങളിലും താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്നത് സംവഹനം വഴിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് എത്തുന്ന രീതി ഏതാണ്? കറക്റ്റ് ആൻസർ വരുന്നത് യെസ്, കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. വികിരണം വഴിയാണ് താപം ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് എത്തുന്നത്, മാധ്യമത്തിന്റെ സഹായം ഇല്ലാതെ കേട്ടോ. അതാണ് അവിടെ നോട്ട് ചെയ്യേണ്ട പോയിന്റ്. മാധ്യമത്തിന്റെ സഹായം ഇല്ലാതെ താപം ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് എത്തുന്നത് വികിരണം വഴിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റം ഇല്ലാതെ താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്ന രീതി ഏതാണ്? കറക്റ്റ് ആൻസർ വരുന്നത് യെസ്, കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, ചാലനമാണ്. നമ്മൾ ആ ഒരു എക്സാമ്പിള്, മുട്ടുസൂചികള് മെഴുക് വെച്ചിട്ട് യോജിപ്പിച്ച് വെച്ചതിന് ശേഷം മെഴുകുതിരി കാണിക്കുമ്പോൾ ആ ഒരു താപം ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് മുട്ടുസൂചികൾ താഴത്തേക്ക് വീഴുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു എക്സ്പെരിമെന്റ് നമ്മൾ പാഠപുസ്തകത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. 10-ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയിക്കുന്നത് ഏത് തരം താപപ്രേക്ഷണത്തിന് ഉദാഹരണമാണ്? നമ്മൾ ഓൾറെഡി ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു ആ ഒരു എക്സാമ്പിളില്. കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ് അല്ലെ, വികിരണത്തിന് ഉദാഹരണമാണ്. 11-ാമത്തെ ക്വസ്റ്റ്യൻ, മനുഷ്യ ഭ്രൂണത്തിന് എത്ര ദിവസം പ്രായമാകുമ്പോൾ മുതൽ ഹൃദയം സ്പന്ദിക്കാൻ തുടങ്ങുന്നു? ഇതും SCERT പാഠപുസ്തകത്തിൽ കൃത്യമായിട്ട് എടുത്ത് പറഞ്ഞിട്ടുള്ളതാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. 22 ദിവസം പ്രായമാകുമ്പോൾ മുതൽ എന്താണ്? ഹൃദയം സ്പന്ദിക്കാൻ തുടങ്ങുന്നുണ്ട് അല്ലെ. അടുത്തത് 12-ാമത്തെ ക്വസ്റ്റ്യൻ, രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രഭാഗം എന്നറിയപ്പെടുന്നത്? രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രഭാഗം എന്നറിയപ്പെടുന്നത് എന്താണ്? ഹൃദയമാണ് അല്ലെ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തെറ്റായ ജോഡി കണ്ടെത്തുക. അപ്പൊ ഓരോ ജോഡി ഒന്ന് വായിച്ചു നോക്കുക. ഇതിൽ ഏതാണ് തെറ്റെന്ന് കണ്ടെത്തുക. കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് അല്ലെ. അമീബ നളികാജാലം എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. തെറ്റാണ്. അമീബ ശ്വസിക്കുന്നത് ഏതിലൂടെയാണ്? കോശസ്തരത്തിലൂടെയാണ് അല്ലെ. ബാക്കി കൊടുത്തിട്ടുള്ളതെല്ലാം ശരിയാണ്. മണ്ണിര ഈർപ്പമുള്ള ത്വക്കിലൂടെയാണ്. മത്സ്യം ശകുലങ്ങൾ വഴിയാണ്. ഉഭയജീവിയാണെങ്കിൽ നമുക്കറിയാം കരയിലും അതേപോലെ തന്നെ വെള്ളത്തിലും ജീവിക്കാൻ കഴിയുന്നതാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ത്വക്കും ശ്വാസകോശവും ഇവര് ഉപയോഗിക്കാറുണ്ട്. നെക്സ്റ്റ്, ഉച്ഛ്വാസവായുവിലും നിശ്വാസവായുവിലും മാറ്റമില്ലാതെ തുടരുന്ന വാതകം ഏതാണ്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. നമ്മൾ ഒരു കോളത്തിൽ അതിനെപ്പറ്റി കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലെ. നൈട്രജൻ ആണ്. 78% തന്നെയാണ്, ഒരു മാറ്റവുമില്ല രണ്ട് കേസിലും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 15-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മനുഷ്യന്റെ ശ്വസന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ശ്വസനി, ശ്വാസനാളം, ശ്വാസകോശങ്ങൾ എല്ലാം എന്താണ്? മനുഷ്യന്റെ ശ്വസന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ തന്നെയാണ് അല്ലെ. സോ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഇവയെല്ലാം. ഓക്കെ, അപ്പോൾ ഇന്ന് 15 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ 15 ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത കുറച്ച് SCERT പാഠഭാഗങ്ങൾ ഇനി വരുന്ന വീക്കിൽ പഠിക്കാം. അതിനുശേഷം സൺഡേ ഇതേപോലെ തന്നെ ആ ഒരു പാഠഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഇത്തരത്തിൽ PYQ മോക്ക് ടെസ്റ്റ് പോലെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.